ദേ വിദേശത്ത് സെറ്റിലായ ഫാമിലിയുടെ ഫുൾ ഫർണിച്ചർ അടക്കമുള്ള നല്ലൊരു വീട്. ഇവരാണെങ്കിൽ ഈ വീടിന് മുടക്കിയ പൈസ പോലും ചോദിക്കണില്ല എന്നുള്ളതാണ്. അത് ഈ വീട് അറേഞ്ച് ചെയ്തേക്കണം നോക്കി. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ ദയവായിട്ട്. കാരണം എന്തെങ്കിലും തിരക്കിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളൊരു വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അതിൻ്റെ റിപ്ലൈ ഞാൻ എത്ര രാത്രിയായാലും ഇട്ടോളാം. വേണ്ട, അത്യാവശ്യം ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ ബാക്കിലും അത്യാവശ്യമുണ്ട്. ഞാനെല്ലാം നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. നിങ്ങളിതൊന്ന് കണ്ട് നോക്കിക്കൂ. ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ തന്നെ പറയും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കണ്ട, ഫിൽറ്ററാണ്. ഫിൽറ്റർ വെച്ചേക്കണ കാരണം എപ്പോഴും വെള്ളം പക്കാ ക്ലീൻ ആയിരിക്കുള്ളൂ. ഇതിപ്പോൾ ഈ കാറ്റത്ത് പറന്ന് വീണ ഇലയണ കിടക്കണം 1-2 എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ഇതിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണണം നിങ്ങൾ. അകത്താണ് ഇതിൻ്റെ സൗകര്യങ്ങൾ ശരിക്കും. ഈ സൈഡിൽ വേറൊരു വേ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഗേറ്റും വെച്ചിട്ടുണ്ട്. വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. അത്ര നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട്. നിങ്ങളതിൽ മൊത്തത്തിൽ നടന്ന് കാണിച്ചത്. വീടിൻ്റെ അകത്താണ് സൗകര്യങ്ങൾ. അത്രയും നല്ല സൗകര്യങ്ങൾ കൊടുത്ത് പണിതേക്കണൊരു വീട്. ഇവർ എപ്പോഴും US അവിടെയൊക്കെയാണ് ബിസിനസ്സായിട്ട്. അപ്പോൾ അവർ നാട്ടിലങ്ങനെ ഇല്ല. അത് കാരണമാണ് വെറുതെ വീട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ട ചക്കയൊക്കെ ഉണ്ടായി കിടക്കണ്ട. ചെറിയ പ്ലാവിൽ എത്ര ചക്കയാണെന്ന് നോക്കി. അപ്പുറ സൈഡിലും കണ്ടില്ലേ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും. വീടിൻ്റെ ലുക്കൊന്ന് നോക്കി നിങ്ങൾ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിചാരിക്കും ചെറിയൊരു വീടാണെന്ന്. പക്ഷെ ചെറിയൊരു വീടല്ലട്ടോ ഇത്. അത്യാവശ്യം നല്ല വലിയ വീട് തന്നെയാണ്. അത് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. അതും ഫുൾ ഫർണിച്ചർ അടക്കമുണ്ടാ ഈ വീടിൻ്റെ. കണ്ട, പൂക്കളും കാര്യങ്ങളും എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ടുള്ള കണ്ട. 2 വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു കാർ പോർച്ചാണ് ഇതിന് കൊടുത്തേക്കണം. 2 വലിയ വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ ഇത് അപ്പുറത്തൊക്കെ വേണമെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും പാർക്ക് ചെയ്യാം. വണ്ടിയുടെ പാർക്കിംഗ് ഒന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ഇനി നമ്മളകത്തോട്ട് കയറിയാലോ. സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. ദേ നിങ്ങളുടെ ലിവിങ് ഏരിയ. ഇതാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ് വരുന്നത്. പുറത്തുനിന്നുള്ള ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോൾ അല്ലാതെ വേറെ വലുത് വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. ദേ ഡൈനിങ് സ്പേസ്. അതിനും ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പക്കയാക്കിയിരിക്കണ വീട്. എന്താ ഒരു ഭംഗി നോക്കി. ഇത് വാഷ് കൗണ്ടർ ഏരിയ. എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ഇതാ ഞാൻ പറഞ്ഞ വേറൊരു ലിവിങ് സ്പേസ് പോലെ ഒരെണ്ണം കൂടി ഉണ്ട്. ഇവിടെയാണ് TVയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണ. ഇവിടെയാണ് കണ്ട. ഇവിടുത്തെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. കണ്ട എന്താ ഒരു ഏരിയ നോക്കിയത്. ഇവിടെ ആവശ്യത്തിനുള്ള ഫർണിച്ചർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ട, അതിനും സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വീടാണ്. ഇത് കണ്ട, ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. എല്ലാം അതുപോലെ അറേഞ്ച് ചെയ്തേക്കാണ്. കബോർഡ് കാര്യങ്ങൾ എന്തായാലും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രസ്സിങ് ഏരിയ കണ്ടില്ലേ. ഇതതിൻ്റെ ബാത്റൂം. ബാത്റൂം ആണെങ്കിൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ക്ലോസറ്റൊക്കെ വാൾ മൗണ്ടിനാണ് കൊടുത്തേക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്ത് നമുക്കിങ്ങനെ അഴുക്കാകണ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. താഴത്തെ ഫ്ലോറിൽ മാത്രം 4 ബെഡ്റൂമുണ്ട്. താഴത്തെ ഒരു നിലയിൽ മാത്രം. രണ്ടാമത്തെ ബെഡ്റൂം വണ്ടി കാണണം. അതിൻ്റെയും ഡ്രസ്സിങ് ഏരിയ, ഇത് ബാത്റൂം,
എല്ലാവരും ബ്രാൻഡഡ് മെറ്റീരിയലാണ്. ഒരു സാധനവും ബ്രാൻഡഡ് അല്ലാതില്ല, എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ. വീടെന്ന് വെച്ചാൽ നല്ലൊരു ഏരിയയാണിത്. ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട്. ഇത് 3ാമത്തെ ബെഡ്റൂം. എല്ലാത്തിനും ഡ്രസ്സിങ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാത്റൂം ഒന്നും ചെറിയതായിട്ടൊന്നുമില്ല, എല്ലാം നല്ല വലിയ സ്പേസാണ്. ഈ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഇത്തിരി ചെറുതെന്ന് തോന്നിയത്. ബാക്കി എല്ലാ ബെഡ്റൂമും വലുതാണ്. ബാക്കി നിങ്ങൾ കണ്ടോ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് താഴത്തെ ഫ്ലോറിലെ 4ാമത്തെ ബെഡ്റൂം. ഇപ്പം തന്നെ വീടിൻ്റെ ഏരിയ എന്തോരം നോക്കണോണ്ട. അതിനും കബോർഡ് കാര്യങ്ങളെല്ലാവരും ഉണ്ട്. ഒന്നിനും ഒരു കുറവില്ലാത്തൊരു വീട്. അതിൻ്റെ ബാത്റൂമൊക്കെ എന്തിന് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. കാരണം വീടിനധികം പഴക്കൂലേ. ഇത് കണ്ടില്ല, ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇരിക്കുന്നു. ഇതേ കിച്ചൺ. കബോർഡൊക്കെ കംപ്ലീറ്റ് തേക്കിൻ്റെ തടി തന്നെയാണ് ഉപയോഗിച്ചേക്കണം, വേറൊരു മരം ഉപയോഗിച്ചിട്ടില്ല. കബോർഡിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് നോക്കി, ഇപ്പോഴും പുത്തം പോലെ തന്നെ ഇരിക്കുന്നതാണ്, ഒരഴുക്ക് പോലുമില്ല. ദേ സെക്കൻഡ് കിച്ചൺ. ഇനി ഉണ്ടട്ടാ റഫ് യൂസിന് വേറൊരു കിച്ചൺ ഉണ്ട്. ഇത് കണ്ട, ഇത് റഫ് യൂസിനുള്ളതാണ്. ഇതാണ് റഫ് യൂസിനുള്ള കിച്ചൺ. ഇവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് തീ കത്തിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീടിൻ്റെ അകത്തായിട്ട് പുകയും വരില്ല, ഒന്നും വരില്ല. ഇത് കിണർ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. കിണർ കാര്യങ്ങളാണ്. വീടിൻ്റെ ബാക്കിലോട്ടും സ്ഥലമാണ്, ഇനി ഞങ്ങളുടെ മുകളിലോട്ടുണ്ട്. സ്ഥലത്തിനൊന്നും യാതൊരു കുറവില്ല. 25 സെൻറ്റ് സ്ഥലമുണ്ട്. 25 സെൻറ്റ് സ്ഥലവും 5000-ന് മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള വീടാണ്. ഇനി മുകളിലോട്ട് എന്നിട്ട് മുകളിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. മുകളിലൊക്കെ അത്രയും ഏരിയയാണ്. സ്റ്റെയർ കേസൊക്കെ കണ്ട, തടിയിലാണ് സ്റ്റെയർ കേസൊക്കെ ഫിനിഷ് ചെയ്തേക്കണം. വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വീടാണ്. മുകളിലത്തെ സൗകര്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുകളിലത്തെ ബെഡ്റൂമും ഹാളൊക്കെയാണ് കാണേണ്ടത്. ഇവിടെയാണെങ്കിൽ വലിയൊരു TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ആണ് ഇവിടെ സെറ്റ് ചെയ്തേക്കണം. ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടി എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഹാള് തന്നെ. ഇതിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് നോക്കി. നല്ല നീളത്തിൽ തന്നെ ഒരു വലിയ ഹാള് കണ്ട. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹോം തിയേറ്ററായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഈ വൈറ്റ് കളറൊക്കെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് മൂഡും കിട്ടും. ഒരു ഹോം തിയേറ്ററായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതാണ് ഇവിടെ ഇതിൻ്റെ അകത്തും വലിയ മെയിൻ ബെഡ്റൂം. ഞാൻ ഇപ്പം തന്നെ അവിടെ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയും കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബാർ സ്പേസാണ്. വീട്ടിൽ സ്വന്തമായിട്ടൊരു ബാറ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഒരു ഇത്തിരിക്കോളം മരുന്ന് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ളതാണ്. ഇതേ ഫ്രിഡ്ജ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസാണ്, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള. അപ്പുറത്ത് വേറെ വേണ്ടിയിട്ട് ഒരെണ്ണം. ഇനി നമുക്ക് ഈ ബെഡ്റൂം കണ്ടേ. ഇതാണ് ഇതിൻ്റെ മെയിൻ ബെഡ്റൂം വരുന്നത്. കണ്ട, വിശാലമായൊരു ബെഡ്റൂം. ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ബെഡ്റൂം. മെയിൻ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. ഇതിൻ്റെ ബാത്റൂമും എല്ലാ സൗകര്യവും കണ്ടാ. ഇതിനകത്ത് TV ഏരിയയൊക്കെ തന്നെ നോക്കി. TV യൂണിറ്റൊക്കെ വലിപ്പം കണ്ട. ഇത് ശരിക്കും ഒരു ലക്ഷറി റൂമാണ്. എല്ലാ ഇതുള്ളത് ഉള്ള ഒരു ലക്ഷറി റൂം.
ആണ് വലിയ കബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൻ്റെ ബാത്റൂം നിങ്ങളൊന്ന് കണ്ടു നോക്കണ്ട. ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി കണ്ട, വിശാലമായൊരു ബാത്റൂം. എന്താ ബാത്റൂമിൻ്റെയൊക്കെ സൗകര്യം കണ്ട. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇനി പുറത്തൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെയാണ് തുണി അലക്കലും ഉണക്കലൊക്കെ ഇവിടെയാണ്. ഇവിടെയാണെങ്കിൽ വെളിയിലൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണുണ്ടാവും. ബാക്കിലോട്ടുള്ള സ്ഥലം കണ്ടില്ലേ, മൊത്തം 25 സെൻറ്റ് സ്ഥലവും 5500 സ്ക്വയർ ഫീറ്റ് അടുക്കുള്ള വീടാണ്. ഇതേ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം. ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടാ.